കാസർഗോഡ് ബയാറിലെ ലോറി ഡ്രൈവർ ആസിഫിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ചു കുടുംബം. ഒറ്റനോട്ടത്തിൽ കൊലപാതകമെന്ന് സംശയിക്കുന്ന സാഹചര്യത്തിൽ അന്വേഷണം അട്ടിമറിച്ചെന്നാണ് ആരോപണം. യുവാവിന്റെ മരണത്തിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തണമെന്നും ആക്ഷൻ കമ്മിറ്റിയും ആവശ്യപ്പെട്ടു. അയാളുടെ ബണ്ടിൻ്റെ അകത്ത് ഒരു ചെരുപ്പ് ബണ്ടിൻ്റെ അകത്തും ഒരു ചെരുപ്പ് റോഡ് സൈഡുമാണ്. അയാളുടെ അരയിൽ കെട്ടിയ അരൻ്റെ നൂല് അത് പൊട്ടിച്ചിട്ട് റോഡ് സൈഡ് എടുക്കത്തുണ്ട്. ഇതിൻ്റെ ഒക്കെയും വീഡിയോ ഉണ്ട്. അതുപോലെ തന്നെ അയാളുടെ ബണ്ടിൻ്റെ അകത്ത് ഒരു ലാട്ടി പൊട്ടിയ രീതിയിലാണ് ഉണ്ടായിരുന്നത്. അയാളുടെ അരൻ്റെ ഭാഗത്തൊക്കെയും അതിൻ്റെ മുറിവും കാണുന്നുണ്ട്, അടിച്ച മുറിവ്. ആ സമയത്തുണ്ടായ മുറിവ് നമുക്ക് സ്പോട്ട് മുറിവ് അറിയാലോ. അവിടെ നിന്ന് എടുത്ത ഫോട്ടോത്തിൽ അത് ആ സ്പോട്ടിലുണ്ടായ മുറിവാണ്. പാൻറ്റ് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ഷർട്ട് പറഞ്ഞിട്ടുണ്ട്, അയാളുടെ പർസും ചെരുപ്പും എവിടെയുണ്ട്. ഇത്രയും മുറിവുകളും ഇത്രയും ഒരു ദുരൂഹ സാഹചര്യം ഉണ്ടായിട്ട് പോലും അതൊരു സ്വാഭാവിക മരണമാക്കിയതാണ് ഞങ്ങൾക്ക് ഏറ്റവും ദുരൂഹത തോന്നാനുള്ള കാരണം. വിവരങ്ങളുമായി ഇപ്പോൾ ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട്. ജോസഫ്, ഈ ബയാറിലെ ആസിഫിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ചിപ്പോൾ കുടുംബം രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ കൊലപാതകമെന്ന് സംശയിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ശത്രുക്കളോ അങ്ങനെ എന്തെങ്കിലുമുള്ള കാര്യങ്ങളിലൊക്കെ ഈ ആസിഫിന് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഹരിത, ഇത് തന്നെയാണ് വീട്ടുകാരുടെ സംശയം വർദ്ധിക്കുന്നതിനുള്ള പ്രധാന കാരണം. ആസിഫിന് ശത്രുക്കൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും അടുത്ത നാട്ടുകാരും പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കഴിഞ്ഞ ജനുവരി മാസം 15-ാം തീയതിയാണ് ഇത്തരത്തിൽ ലോറിക്കുള്ളിൽ ഈ യുവാവിനെ മരിച്ച നിലയിൽ ലോറിക്ക് പുറത്ത് ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാത്രി, അതായത് ജനുവരി 15-ന് രാത്രി 1:45 കൂടി ഇയാളെ പട്രോളിംഗ് നടത്തുന്ന പോലീസ് സംഘം കണ്ടെത്തുകയായിരുന്നു. പിന്നീട് ഇയാളെ അടുത്ത ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോഴത്തേക്കും മരണം സംഭവിച്ചു എന്നാണ് നൽകിയിട്ടുള്ള മൊഴി. പറയുന്ന പ്രകാരം ഇതൊരു സ്വാഭാവിക മരണമാണ് എന്നാണ് പോലീസ് ഈ കാര്യത്തിൽ വ്യക്തമാക്കിയത്. പക്ഷേ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നാട്ടുകാർക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പോലീസിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. അതായത് ഈ 1 മണി രാത്രിയായപ്പോൾ വീട്ടിൽ നിന്ന്, അതായത് ജെല്ലി എടുക്കുന്ന ലോറി ഡ്രൈവറാണ് 29 വയസ്സുകാരനായ ആസിഫ്. ഈ ആസിഫ് രാത്രി 1 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് പോവുകയും 1:45 കൂടി മരണം സംഭവിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്താണ് മരണ കാരണമെന്ന് വ്യക്തമാക്കാൻ പോലീസ് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഇടുപ്പലിനുണ്ടായ പരുക്കാണ് ഇത്തരത്തിൽ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ ഇടുപ്പലിന് എങ്ങനെയാണ് ചതവുണ്ടായതെന്നാണ് നാട്ടുകാർ പ്രധാനമായും ആരോപിക്കുന്നത്. അതേസമയം ഇദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയ സാഹചര്യത്തിൽ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുറിവുകൾ കണ്ടെത്തിയിരുന്നു. മാത്രവുമല്ല, പോലീസ് ഉപയോഗിക്കുന്ന ലാത്തിയുടെ ഒരു ഭാഗം ഡ്രൈവർ ക്യാബിനിൽ കണ്ടെത്തിയിരുന്നു. മാത്രവുമല്ല, പേഴ്സ് ഒരു വശത്ത്, ഇദ്ദേഹത്തിന്റെ അരയിൽ കെട്ടിയിരുന്ന ബെൽറ്റ് മറ്റൊരു ഭാഗത്ത് എന്നീ നിലയിലാണ് കണ്ടെത്തിയത്. ഇതാണ് ഇവരുടെ സംശയം വർദ്ധിപ്പിക്കുന്നത്. മാത്രമല്ല, പോലീസുകാർക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നതിന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സംഭവം നടന്നതിന് ശേഷം 2 മിനിറ്റിനുള്ളിൽ ഇതുവഴി ഒരു പോലീസ് വാഹനം കടന്നുപോയ CCTV ദൃശ്യങ്ങളും ഇവരുടെ പക്കലുണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ പോലീസിന് നേരെ വിരൽ ചൂണ്ടുന്നതാണ് ഇവരുടെ സംശയങ്ങളിലേറെയും. ഈ സംശയങ്ങൾ ദൂരീകരിക്കണം. ഈ ആസിഫിന്റെ മരണത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ ബന്ധുക്കളും അതുപോലെ തന്നെ കർമ്മസമിതിയും രൂപീകരിച്ച് രംഗത്തെത്തിയിട്ടുള്ളത്. നിലവിൽ പോലീസിന്റെ കയ്യിൽ നിന്ന് അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എത്രയും വേഗം അന്വേഷണം നടത്തി പരമാവധി തെളിവുകൾ കണ്ടെത്തി കുറ്റക്കാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കുക തന്നെ വേണം എന്നാണ് ഈ നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെടുന്നത്. ഹരിത. ശരി, ജോസഫാണ് വിശദാംശങ്ങൾ നൽകിയത്.